എസ് കെ സജീഷ്, ഞാൻ പൊതുജീവിതം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന പ്രഖ്യാപനം കൂടി ഇന്ന് രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഈ നിയമസഭാ സന്ദർശനം വഴി കിട്ടുന്നുണ്ട്. അദ്ദേഹം നിയമസഭയിലേക്ക് ഇന്ന് സഭാ സമ്മേളനം തുടങ്ങിയ ദിവസം വന്നു എന്നുള്ളത് മാത്രമല്ല, വന്നതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളുടെ ഇടയിലൂടെ തന്നെയാണ് തിരികെ MLA ഹോസ്റ്റലിലേക്ക് പോയത്. അവിടെ SFIയുടെ പ്രതിഷേധവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അത് നേരിടാം എന്ന് തീരുമാനിച്ചു തന്നെ അതിനുശേഷമാണ് വീണ്ടും മാധ്യമങ്ങളെ കാണാൻ എത്തുന്നത്. ഒളിച്ചോടാനോ ഇനി ദൃശ്യതയിൽ നിന്ന് മാറി നിൽക്കാനോ ഇല്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് ആദ്യത്തെ ദിവസത്തെ ആ നടപടികളിൽ നിന്ന് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ടി വരും. കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. അങ്ങനെ ഒരു നിലപാടുമായി രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോകുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് പക്ഷേ എത്രമാത്രം സക്സസ്ഫുൾ ആവും എന്നുള്ള കാര്യം ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം പരാതിക്കാരെ സംബന്ധിച്ച് പരാതി ഉണ്ടോ തുടങ്ങിയ 100,000 വിഷയങ്ങളുണ്ട്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് ഉറപ്പിക്കാമല്ലോ. അഭിലാഷ്, ഇതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവർ രണ്ടും കൽപ്പിച്ച് ഇപ്പോഴിറങ്ങിയെന്ന് മാത്രം കരുതരുത്. ഇവർ രണ്ടും കൽപ്പിച്ച് കുറേ നാളായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു കൂട്ടമാണ്. അവർ അവരുടെ വ്യക്തിപരമായ പബ്ലിസിറ്റിയും രാഷ്ട്രീയത്തിൽ പണവും മറ്റ് സ്വാധീനവും സോഷ്യൽ മീഡിയയിലെ റീൽസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയത്തിൽ നിന്നും ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് ശ്രമിച്ചത്. ആ രീതി അവർ ഇനിയും തുടരും. കോൺഗ്രസ് അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ശ്രീ VD സതീശൻ ഉൾപ്പെടെ പറയേണ്ടി വന്നു, റീൽസ് അല്ല റിയൽ എന്ന്. റീൽസ് രാഷ്ട്രീയമല്ല, റിയൽ രാഷ്ട്രീയമെന്ന് പറയേണ്ടി വന്നു എന്നത് നല്ല കാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ത് എന്നും ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയായിരിക്കണമെന്നും തെളിയിച്ചാൽ ഇവരിനി എന്തെല്ലാം കാട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അത് അവരുടെ കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഈ ചർച്ചയിൽ എനിക്ക് കുറച്ചുകൂടി തോന്നിയ ഒരു കാര്യം, ശ്രീകുമാർ മനയിലും അതുപോലെ തന്നെ ശ്രീ അനൂപും ഇവർ രണ്ടുപേരും കോൺഗ്രസിന് വേണ്ടിയാണ് സംസാരിച്ചത്. ഒരാൾ പറയുന്നത് കോൺഗ്രസിൻ്റെ തീരുമാനമെടുത്താൽ അത് എല്ലാവരും അംഗീകരിക്കുന്ന തീരുമാനമാണ്. മറ്റൊരാൾ പറയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് തീരുമാനമെടുത്താൽ ഒരാൾ വേറെ വർത്താനോ അപ്പുറം വേറെ പറയും, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടുണ്ടാവണ്ടേ? ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇവർ സംസാരിക്കുന്നോ, രാഹുലിനോട് സംസാരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇവർ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പലരും സംരക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സംരക്ഷണം കൊടുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. ഇതിൽ മാത്രമല്ല, വ്യാജ ID നിർമ്മിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൂട്ടാളികളായി നിന്നിട്ടുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസും പിടിക്കാൻ കൂട്ടായി നിന്നിട്ടുള്ള ആളുകൾ എപ്പോഴും ഇവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണ്ടേ? അതല്ലേ നമ്മുടെ മുന്നിലുള്ള കാര്യം. പിന്നെ ഒരു കാര്യം, എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളത്, ഈ വിഷയം, ഈ സമീപനത്തെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ അനൂപ് ഇവിടെ പറയുകയാണ്, എന്താണ് ഈ MV രാഘവനോട് സ്വീകരിച്ച സമീപനം പോലെ, ഗൗരിയമ്മയോട് സ്വീകരിച്ച സമീപനം പോലെ എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും, ഒരു ചരിത്രമൊന്നും അറിയാത്ത ആളുകൾ. അതൊക്കെ ആശയതലത്തിലുള്ള കാര്യങ്ങളാണ്. ആശയപരമായ ഭിന്നതയുടെ അടിസ്ഥാനത്തിലാണ് അവർ പുറത്തു പോയത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ശക്തമായ രീതിയിലുള്ള നിലപാടുകൾ പരസ്പരം സ്വീകരിച്ചിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. ഇതുപോലെയുള്ള ഒരു വിഷയത്തിലല്ല. മാത്രവുമല്ല, ആ ആശയത്തിൽ ഒടുവിൽ വ്യക്തത വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഇടതുപക്ഷത്തോടും CPM-നോടും അവസാന ഘട്ടത്തിൽ ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിച്ചതെന്നും ഗൗരിയമ്മ ഉൾപ്പെടെ ചേർന്ന് നിന്നതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ ഇത് എല്ലാം പറഞ്ഞ് സമീകരിക്കാനും ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ, ഇതുവരെ രാഹുൽ നിഷേധിക്കാത്ത ഒരു കുറ്റകൃത്യത്തെ എത്ര പ്രാവശ്യം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നു, എന്നിട്ട് ഒരു തവണ പോലും ഇത് എൻ്റെ ശബ്ദമല്ല എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടില്ല. അതാണ് ശ്രീ VD സതീശൻ പറഞ്ഞ ബോധ്യമെന്ന് പറയുന്നത്, കോൺഗ്രസിനുണ്ടായ ബോധ്യമെന്ന് പറയുന്നത്, പാർലമെന്ററി പാർട്ടിക്കുണ്ടായ ബോധ്യം. ആ ബോധ്യം, അതായത് നിന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ മതി എന്ന് ഇരയോട് പറയുന്ന കാര്യം ശരിയാണെന്ന ബോധ്യം, ആ ബോധ്യമുണ്ടായിട്ട് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി അപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വിടാം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമീപനം ശരിയാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയമുണ്ട്. ഇത് സാധാരണ ഏതെങ്കിലും വിഷയങ്ങളെ വെച്ച് സമീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വിഷയമേ അല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണണം.